ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. തിരുവോണപ്പുലരിയിൽ തുടങ്ങും രാജയോഗം. വർഷാവസാനം വരെ ഇവർക്ക് സൗഭാഗ്യം. 12 നക്ഷത്രക്കാർക്ക് അടിപൊളി മാറ്റങ്ങൾ. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ഓരോ ഓണക്കാലത്തിനും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. അത്രയധികം ഓർമ്മകളാണ് ഓരോ ഓണക്കാലത്തും നമ്മളിൽ നിറയുന്നതും. ഗൃഹാതുരത നിറഞ്ഞ ഓരോ ഓണക്കാലവും നൽകുന്നതാകട്ടെ മാറ്റാനാവാത്ത മറക്കാനാവാത്ത സന്തോഷമാണ്. ഈ ഓണക്കാലത്ത് ചില ജ്യോതിഷ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. ഇത്തവണത്തെ ഓണം സെപ്റ്റംബർ 14, 15, 16, 17 തീയതികളിലാണ് വരുന്നത്. ഈ ഓണത്തിന് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നത് ശ്രദ്ധേയമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് തിരുവോണപ്പുലരി നൽകുന്നത് രാജയോഗമാണ്. ജ്യോതിഷപ്രകാരം ഇത്തരത്തിൽ രാജയോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഓണക്കാലം അടിപൊളിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് കർക്കിടക്കൂർ, പുണർത്തം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറുകാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓണക്കാലത്ത് ഉണ്ടാവുന്നു. ഇവർക്ക് കലയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നു. രാജയോഗമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അതുവഴി ജീവിതം മാറുന്ന അവസ്ഥയുണ്ടാവുന്നു. പലപ്പോഴും ഊഹക്കച്ചവടത്തിൽ ഇവരെ തേടി നേട്ടങ്ങൾ വന്നു ചേരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷനും ശമ്പളവർദ്ധനവും ഉണ്ടാവുന്നു. സമ്പത്ത് നേടിയെടുക്കുന്നതിലേക്ക് നിങ്ങൾ സ്വമേധയാ എത്തിച്ചേരുന്നു. ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് ഗുണകരമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ചിങ്ങക്കൂർക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ഓണം മുതൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു. പലപ്പോഴും ധാരാളം നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. വെല്ലുവിളികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നതിനുള്ള മനധൈര്യം ഇവർക്ക് ലഭിക്കുന്നു. 9ാം ഭാവത്തിൽ വ്യാഴം, രാഹു എന്നിവ ഈ സമയം നിലകൊള്ളുന്നുണ്ട്. 7ാം ഭാവത്തിൽ ശനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായി ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങളെ തേടി എത്തും. ഭാഗ്യം വർഷിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും മാറാത്ത നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അടുത്തത് തുലാക്കൂർ ആണ്. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനാഗമം ഉണ്ടാവുന്നു. ഓണം മുതൽ ഇവരുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്നു. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. ആഡംബര വസ്തുക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തേടി എത്തുന്നു. ഇച്ഛാശക്തിയും ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും നൽകുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് ഓണക്കാലം ഐശ്വര്യവും സന്തോഷവും തുലാക്കൂറിലെ 3 നക്ഷത്രക്കാർക്കും നൽകുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറക്കുന്നതിന് സാധിക്കുന്നു. തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാവുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നു. രാജാവിനെപ്പോലെ ഈ ഓണക്കാലം നിങ്ങൾക്ക് ജീവിക്കാം. അടുത്തത് ധനുക്കൂർ ആണ്. മൂലം, പൂരാടം, ഉത്രാടം 1 ഹരിക്കുക 4. ധനുക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ 5ാം ഭാവത്തിലും 11ാം ഭാവത്തിലും വ്യാഴത്തിന്റെ ഭാഗ്യവും നിങ്ങളെ തേടി എത്തുന്നു. ഇതെല്ലാം കൂടി ജീവിതം മാറി മറിഞ്ഞു വരുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. ധാരാളം നേട്ടങ്ങൾ ജീവിതത്തിൽ നേടാനാകുന്ന ഒരു സമയമാണ് ഇത്. ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നേറാൻ ഈ ഓണക്കാലം നിങ്ങളെ സഹായിക്കുന്നു. അപ്രതീക്ഷിതമായി ധനാഗമം ഉണ്ടാകുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുന്നു.